ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന സംഭവം എന്താണെന്നറിയോ? നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. നമ്മൾ ദൂരെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടെ ഒന്നും ഇറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതൊന്നും ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ശരിക്കും നമുക്ക് വാഹനത്തിലൂടെ ഇരുന്നിട്ടുള്ള യാത്രകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒത്തിരി ദൂരം നടക്കാൻ, ഇതുപോലെ മഞ്ഞുമലകളുടെ ഉള്ളിലൂടെ നടക്കാനൊന്നും നമുക്ക് എന്തായാലും കഴിയില്ല. പിന്നെ അവരുടെ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. സോ നമുക്ക് കാലുകൾ താഴ്ത്തി വെച്ച് നല്ലപോലെ നടക്കാനൊന്നും ഒട്ടും കഴിയില്ല. കാരണം അങ്ങനത്തെ ഷൂ ഒന്നും ഞാനൊന്നും ഇട്ട് നടക്കാറേ ഇല്ല, എനിക്കത് ശീലമില്ല. തണുപ്പ് കൂടുന്നത് കൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെൻഷനൊക്കെ അവിടെ നിന്ന് മാറിക്കിട്ടി. അവർ തന്നെ ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ കഴിയാത്ത ആളുകളെ. അതുപോലെ അതായത് മഞ്ഞിൽ നടക്കണമെങ്കിൽ നോർമലി നടക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ പറ്റാറില്ല. കാരണം വഴുക്കി പോവും, സ്ലിപ്പായി പോവും. ഇപ്പോൾ ഇവർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ആളുകൾ തന്നെ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തീരുമാനം ഇതിൻ്റെ ഇത്രയും മരക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്കത് അവിടെ നിന്ന് നടന്ന് കിട്ടി. പേയ്മെൻറ്റ് കൊടുക്കണം അതിൻ്റെ ആളുകൾക്ക്. പക്ഷേ എത്ര പേയ്മെൻറ്റ് കൊടുത്താലും ഈ ഐസ് കട്ടയിൽ ദൂരെ തള്ളി വന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കി തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും അത്രയും ഉപകാരമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ കുറേ ഉള്ളിലേക്ക് വരണോട്ടെ അത് ഇത്ര അടുത്തൊന്നായിരുന്നില്ല, കുറച്ച് ദൂരം അവിടെ നിന്ന് മുതലേ വരണമായിരുന്നു. മഞ്ഞുമലയുടെ അവിടേക്ക് എത്തിയപ്പോഴാണ് ഒന്നും കൂടി അത് വീഡിയോയിൽ വന്നതെന്ന് മാത്രം. കുറച്ചുകൂടി അപ്പുറത്തുനിന്നായിരുന്നു വന്നത്. പിന്നെ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ കാണുന്ന ഒരു ഇതാണ് ആ ഒരു ഇത്രയും ഹൈറ്റിൽ ഫുള്ളായിട്ട് ഇതായിരുന്നു. ഞങ്ങൾ പോയതൊരു മെയ് മാസത്തിലായതുകൊണ്ട് ആ സമയത്തുള്ള കാഴ്ചയാണ്. ഇനി ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. ഒന്നുമല്ല, എവിടെ എത്തിയിട്ടില്ല, ഒരുപാടുണ്ട്. കാശ്മീരിക്ക് ഞങ്ങൾ കാറിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവിടം വരെയുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിട്ട് സൂപ്പറായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളും ഉണ്ട് പങ്കുവെക്കാനായിട്ട്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും നിങ്ങളുടെ മുൻപിൽ, നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച സമ്മാനിക്കാൻ വേണ്ടിയിട്ടും. പല അനുഭവങ്ങൾ മഞ്ഞിലുള്ള പൂവാണ്. ഇത് കാണിക്കാനാണ് മേലെ കൊണ്ടുവന്നത്. പൂവ് കാണിച്ചു നമ്മളൊരാള് പൂവ് കാണാൻ വന്നതാണ്. നോക്കണം, പൂവ് കാണാൻ വന്ന കണ്ടോളി പൂവ്. ഓക്കെ, അത് പറിച്ചില്ലേ? അത് മതി, പറിക്കാൻ പാടില്ലാന്ന്. കുറച്ചല്ലേ ഉള്ളൂ. ഇതാണ് പൂവ് മക്കളെ, ഇത് കാണാനാണ് ഇതിനങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാശ്മീരികൾക്ക് അറിയായിരിക്കില്ല നമ്മൾ ഇത്രയും പൂക്കളുള്ള സ്ഥലത്തുനിന്നാണ് വരുന്നത്. ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു പൂക്കളുള്ള സ്ഥലം എവിടെയാണ്, ഈ മഞ്ഞുമലയിൽ പൂക്കളുള്ള സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ട്, കുറച്ച് മേലേക്ക് പോയാൽ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഉന്തി തള്ളി വലിച്ച് കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഞാനിങ്ങനെ നിറയെ പൂക്കൾ മനസ്സിൽ ആഗ്രഹിച്ച് കാണാനുള്ള ഒരു കാഴ്ചയുടെ ഒരു ഭംഗിയൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടുവരുവാണ്. അപ്പോൾ അവർ പറയാണ് ഈ പുല്ലിലുണ്ടായിരിക്കുന്ന ഈ മഞ്ഞ പൂക്കളില്ലേ, അതാണ് അവിടുത്തെ പൂക്കള്. ചിരിക്കണോ കരയണോ രണ്ട് കൊടുക്കണോ എന്ത് ചെയ്യണോന്ന് അറിയാത്തൊരവസ്ഥ ആയിപ്പോയി. മൊത്തം ചിരിയായിരുന്നു അവിടെ. ബിൽഡേഴ്സിന്റെ പുതിയ യന്ത്രമാണ്, ആ യന്ത്രത്തിൽ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കണ്ടുപിടിച്ചൊരു യന്ത്രത്തിൽ കൊണ്ടുപോവുകയാണ്. ഇതാണ് യന്ത്രം. അങ്ങനെ പശുമ്പന് കൊണ്ടുപോകുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ റിട്ടേൺ പോയി. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് മാത്രമല്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തോന്നുന്നു, എന്നാലും പോട്ടെ, അത് ചെയ്ത് കേട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.